നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. VD12 സിനിമയുടെ പേരിടൽ ചടങ്ങ് ഇന്നാണ്. ഇനി VD12 ഇല്ല, അതെ, ഇനി പേരിട്ട് വിളിക്കാം. എന്താണ് അവലെ പേര് അറിഞ്ഞൂടാ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കിഴി എപ്പിസോഡിൽ, 2 കിഴി എപ്പിസോഡിൽ. ആദ്യം പറഞ്ഞത് സാമ്രാജ്യം, പിന്നെ കിങ്ഡം. ഈ 2 പേര് ഏതെങ്കിലും ഒന്നായിരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു നിഗമനം. തീർച്ചയായും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്നുള്ളത് നോക്കാം. ആയിരിക്കും, ആവേണ്ടതാണ്. ഓക്കെ, നോക്കാം. എന്തായാലും VD12 നമ്മുടെ വിജയ് ദേവരകൊണ്ട നായകനാവുന്ന സിനിമയാണ്. ആളുടെ 12ാമത്തെ സിനിമയാണ്. വലിയ ബഡ്ജറ്റിൽ വരുന്ന ഒരു വമ്പൻ സിനിമയാണ്. ഇതുവരെ നമ്മൾ വിജയ് ദേവര ഇതുവരെ നമ്മൾ വീഡിയോനെ കണ്ടിട്ടുള്ളത് പോലെ അല്ല ഈ ഒരു സിനിമയിൽ കാണാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു ഇതിനു മുന്നേ ഉള്ള റൂമറുകളൊക്കെ. അതെ, അത് മാത്രല്ല അവര് ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ടാണല്ലോ, മൊട്ടയൊക്കെ അടിച്ചിട്ട് കുറ്റിയാക്കിട്ട് സ്റ്റൈലിഷ് ലുക്കിലല്ലേ. അതെ, റൗഡി ബാബ ആ ലുക്കിൽ നിന്നൊക്കെ മാറിയിട്ട് പിന്നെ പോലീസുകാരനായിട്ടുമാണ് അല്ലേ. അതുകൊണ്ട് ഇതുവരെ വിജയ് ദേവാര കൊണ്ട് ചെയ്യാത്തൊരു ഇതല്ലേ പോലീസ് വേഷം ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ആളുടെ ഫുള്ള് സിനിമയൊന്നും കണ്ടിട്ടില്ല. 11 സിനിമയേ ഉള്ളൂ. 11 സിനിമ ഞാൻ കണ്ടിട്ടില്ല. അടിപൊളി. 11 കണ്ടിട്ടില്ല എന്നല്ല, 11 കണ്ടിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ കണ്ടിട്ടില്ല. അതിൽ പോലീസ് സ്റ്റേഷൻ ഇല്ല തന്നെയാണ് തോന്നുന്നത്. കണ്ടൊരു ഓർമ്മയില്ല കേട്ടോ, സത്യമായിട്ടും. എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള, ശരിക്കും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി ആയിട്ട് വരുന്ന സിനിമയാണ്. അനിരുദ്ധാണ് ഇതിന്റെ മ്യൂസിക്. അറിയാലോ, അപ്പം തന്നെ നമുക്ക് അറിയാലോ ഏത് അനിരുദ്ധ് വന്നു കഴിഞ്ഞാൽ ആ സിനിമയുടെ റേഞ്ച് കുറച്ചും കൂടെ മുകളിലേക്ക് വരും. അതൊരു സത്യം. പിന്നെ ഗൗതം തിന്നാനൂരിയാണ് സിനിമയുടെ ഡയറക്ടർ. അതെ. പിന്നെ ഈ സിനിമ ഇപ്പം 3 ലാംഗ്വേജിലാണ് ഇതിന്റെ ടൈറ്റിൽ ടീസർ അനൗൺസ്മെന്റ് വരുന്നത്. ഹിന്ദിയിൽ വരുന്നുണ്ട് രൺബീർ കപൂർ, തമിഴില് സൂര്യ, തെലുങ്കില് NTR. അപ്പൊ തന്നെ സിനിമേന്റെ വലിപ്പം ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതെ, ഇവരുടെ വോയിസ് ഓവറിലാണ് ഈ 3 ലാംഗ്വേജിലും വരുന്നത്. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. ഓ, കിങ്ഡം അടിപൊളി. കിങ്ഡം ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ തമിഴ് എങ്ങനെ ഇത് വായിക്കുക? തമിഴില് കിങ്ഡാണോന്ന് അറിഞ്ഞൂടാ. തമിഴില് സാമ്രാജ്യം, തമിഴില് തമിഴായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അയ്യോ അയ്യോ അയ്യോ, ഓ ജാതി ലുക്കല്ലേ, ലുക്ക് ഒരു രക്ഷയില്ല. ഇത് എനിക്ക് തോന്നുന്നു ഒരു 1.5 ഐറ്റം സാധനത്തിനുള്ള ലോഡിംഗ് ആണ്. കാണാം. ഓക്കെ, കാണാം. തെലുഗു NTRന്റെ വോയിസ് ഓവറിലായിരിക്കട്ടോ. അറിയാം, എനിക്കറിയാം, എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. എല്ലാ അർത്ഥമൊക്കെ പറഞ്ഞു തരണേ. എല്ലാം ഒരക്ഷരം വിടാം. എൻ്റെ അമ്മോ, അനിരുദ്ധ്. വാടാ, കത്തിയല്ല, കൊമ്പ്. ఓ రణభూమిని చీల్చుకొని పుట్టే కొత్త రాజు కోసం ఒక్క మనసాయి പോലീസ് അല്ല, ബുള്ളറ്റ് അത് എടുത്തു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പോലീസാണോ? ജയിൽ പുള്ളിയോ? ക്രിമിനൽ, റൗഡി ബേബ. കിങ്ഡം. ഓ, കിങ്ഡം എന്നുള്ള ടൈറ്റിൽ ഡിസൈൻ സൂപ്പർ ആയിട്ട്. అవసరమైతే మొత్తం తగలబెట్టేస్తా సార్. മെയ് 30 മൊത്തം തീർക്കുന്ന പറഞ്ഞത്. അതാ പറഞ്ഞേ, അതാ കറക്റ്റ് ആയിരിക്കും. തെലുങ്ക് അറിയുന്ന ആൾക്കാർ പറഞ്ഞുതരും, മൊത്തം തീർക്കും എന്നാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു ഊഹം.
ഞാൻ കറക്റ്റ് എനിക്ക് ഷാജി പാപ്പൻ്റെ സീനാണ് ഓർമ്മ വന്നത്. എന്താ ഷാജി പാപ്പ പറഞ്ഞത്? കാണിക്കണ്ട, മനസ്സിലായി, കാണിക്കണ്ട. തുടക്കത്തിൽ പറഞ്ഞു എനിക്ക് മനസ്സിലായി യുദ്ധം നടക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ സംഭവം. അതെ, അത് മനസ്സിലായി. യുദ്ധത്തിന് എല്ലാത്തിനും യുദ്ധം എന്നുള്ളതായതുകൊണ്ടേ തമിഴ് എടുക്കട്ടെ. ഇത് മനസ്സിലാവാഞ്ഞിട്ടൊന്നല്ല, നമ്മുടെ സൂര്യയുടെ വോയിസ് ഓവറിൽ ഇതൊന്ന് കേൾക്കണം. മനസ്സിലാവാഞ്ഞിട്ടാണ് അവന് കറക്റ്റായിട്ട് ആരും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞല്ലോ, എല്ലാം മനസ്സിലായി. ഓക്കെ, സൂര്യനെ സൗണ്ടാ ഭയങ്കര ബാസ് കൊടുത്തിട്ടുണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാവില്ല കേട്ടോ. എന്തോ കണ്ടില്ല അന്നത്തെ പോലെ ഉണ്ട്. ആർക്കു വേണ്ടിയാണ് ഈ കൊടും യുദ്ധം? കൊമ്പ് കുത്തി കെട്ടി കേട്ടോ. കിരീടത്തിന് വേണ്ടിയാണ് യുദ്ധം. ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പുതിയ തലവൻ വരാൻ വന്നു ചെറുകൻ. പോലീസല്ല കേട്ടോ, കൊടും കുറ്റവാളിയാണ്. ഫ്രീഡം ഫൈറ്റർ. என்ன வேணா செய்வேன் சார். தேவைப்பட்டா மொத்தத்தையும் கொடுத்துருவேன் சார். സത്യമല്ല ഞാൻ പറഞ്ഞത്. എന്ത് വേണമെങ്കിലും ചെയ്യും, വേണമെങ്കിൽ മൊത്തത്തിന് ഇല്ലാതാക്കും. എനിക്ക് മനസ്സിലാവുന്നില്ലടാ. മനസ്സിലാവുന്നുണ്ടോ? ഈ മുത്തല്ലടാ, മുത്ത്. അപ്പൊ അല്ലേടിയിൽ എന്തോ ഉണ്ടല്ലോ. അല്ല, മുത്ത് അത് ഇഷ്ടം. എനിക്ക് ത്രില്ല് കയറി കഴിഞ്ഞാൽ പള്ളിങ്ങനെ കടിക്കും. അത്രല്ല സംഭവം. ഞാൻ അത്ര വലിയ ഒരു സാറ്റിസ്ഫൈഡ് അല്ല. അത് നീ മനസ്സിലാഞ്ഞിട്ടാണെന്ന് അറിഞ്ഞൂടാ. മനസ്സിലാവാത്തോണ്ട് തന്നെയായിരിക്കും. പക്ഷെ എങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതും ഈ ഡയലോഗും ഇത് രണ്ടും കറക്റ്റായിട്ട് ശരിക്കും മനസ്സിലായിട്ടില്ല. അത് വേറെ സത്യമാണ്. തമിഴിൽ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ക്ലിയർ ആവുമെന്ന് വിചാരിച്ചാ. അത് ക്ലിയർ അല്ല. അത് സൂര്യന്റെ ആ ഇത് ബാസ് കൂട്ടി പറയുന്നത് കൊണ്ടാണോ അത് മാത്രല്ല, അനിരുദ്ധ് BGM കേട്ടിട്ടുണ്ട്. ഒന്നും ക്ലിയർ ആവുന്നില്ല എന്താ പറയണേന്നുള്ളത്. സൗണ്ട് എഫക്റ്റും പിന്നെ BGM ഉള്ളത് കൊണ്ട് ശരിയായ രീതിയിൽ നരേഷൻ ശരിയായ രീതിയിൽ കേൾക്കുന്നില്ല. ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പോലും ഒരു ഐഡിയ കിട്ടുന്നില്ല. അതെ, ഒന്നും മനസ്സിലാവും. കട്ടിങ്സ് അങ്ങനെ ആയതുകൊണ്ട് അതിന്റെ ഇടയ്ക്ക് കുറെ പഴയതുപോലത്തെ ഒരു സംഭവത്തിലേക്ക് പോകും. പിന്നെ വന്നിട്ട് മിഷൻ ഗണ്ണൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. അങ്ങനത്തെ കുറെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നോണ്ട് ഒരു ഐഡിയ. പഴയ കാലഘട്ടത്തിന്റെ ആണോ അതോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആണോ? എനിക്ക് തോന്നുന്നു ഒരു വിഭാഗം, ഒരു വർഗം, ഗോത്രവർഗത്തിന്റെ അവരുടെ മേളിലുള്ള ആധിപത്യം കാണിക്കുന്നതും അതിനകത്തുനിന്ന് ഒരാള് തിരിച്ചു വരുന്നതും അങ്ങനെ ഒരു എന്നിട്ട് അവരെ കൂട്ടിയിട്ട് തിരിച്ചടിക്കുന്നതുമാണ്. അങ്ങനെയാണെന്നാണ് നമ്മുടെ ഒരു ധാരണ. ഇത് കണ്ടിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല. പിന്നെ എനിക്ക് ദേവരല്ലേ, ദേവര സിനിമന്റെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ കടന്ന് കളിച്ചു. ആ മണല് കോരിയിടുന്ന കടലില് ഇത് കാണിക്കുന്നതും പിന്നെ ആ രക്തത്തിൽ ഒരു കുഴി കുത്തിയിട്ട് കൊണ്ടുപോയി ഇടുന്നതും പിന്നെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, കുറേ അതായത് ഈ കടലിൻ്റെ ഭാഗത്ത് കാണിച്ച എല്ലാം ദേവരയുമായിട്ട് ചില സാദൃശ്യങ്ങൾ ഫീൽ ചെയ്തു. വെറുതെ അല്ല NTR ഓടിപ്പോയിട്ട് ഞാൻ നറേറ്റ് ചെയ്തോളാന്ന് പറഞ്ഞ അങ്ങനെ ബന്ധമുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്തോളാം. പക്ഷെ സൂര്യ എന്തിനും പറഞ്ഞിട്ട് കാര്യമില്ല. കങ്കുവേലും ഉണ്ടല്ലോ, കൊറേ കടലും കൊറേ മണൽത്തിട്ടയും ബന്ധമുണ്ട്. രൺബീർ കപൂറിന് എവിടെയാണ് ബന്ധം എന്നാണ് ഞാൻ അത് ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇനി വരാനുള്ള ബന്ധമായിരിക്കും. എന്താണെങ്കിലും പടം അടിപൊളിയാവട്ടെ കേട്ടോ. അതെ, കണ്ട വിഷ്വൽസ് അങ്ങനെ എല്ലാം അടിപൊളിയാണ്. അതെ അതെ. ഇത് എന്താണ് ഇവര് പറയുന്നതെന്നുള്ള മനസ്സിലാക്കാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ടാട്ടോ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ മനസ്സിൽ ഭയങ്കര, അതായത് ഞാൻ അത്രത്തോളം വലിയ എക്സൈറ്റ്മെന്റിലായിരുന്നു. AD 12 എന്നുള്ളത് ഞാൻ എന്തോ
വലിയൊരു പോത്താമ്പി എന്നുള്ള രീതിയിലായിരുന്നു സമീപിച്ചുകൊണ്ടിരുന്നത്. എനിക്കെന്നറിയാം. അതെ അതെ. അപ്പോൾ വലിയ മഹാസംഭവമാണ് ടീസർ, അതായത് ടൈറ്റിൽ ടീസർ വരാൻ പോകുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അത് അത്രക്ക് എത്തിയിട്ടില്ല. പക്ഷെ ഇവരെനിക്ക് തോന്നുന്നു ഒരു ടൈറ്റിൽ ടീസർ അല്ലേ, അതിൽ ഇത്രയും തന്നില്ലേ. അതെ അതെ അതെ. പിന്നെ ടീസർ വരുമ്പോഴും ട്രെയിലർ വരുമ്പോഴും ഒക്കെ അതിൻ്റെതായത് കറക്റ്റ് തരുമായിരിക്കാം. അങ്ങനത്തെ ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ. അതെ, എന്താണെങ്കിലും കണ്ടന്റ് നല്ല കണ്ടന്റ് ആയിരിക്കും. അത് പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ ഒരു കുറച്ച് വിഷ്വൽസിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്, കാര്യം പിടികിട്ടുന്നു, പോരാട്ടം അത് തന്നെയാണ്. എന്താണെങ്കിലും വീടിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവാകട്ടെ. അതെ, കാരണം വന്ന സിനിമകളുടെ ഒക്കെ അവസ്ഥ നമുക്കറിയാം. ലാസ്റ്റ് വന്നതൊക്കെ വലിയ ക്ലച്ച് പിടിച്ചിട്ടില്ല. അതിൽ നിന്നൊക്കെ ഒരു 1.5 വരവ് തിരിച്ചാണ്ട് വരട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ. ശ്രീലീലല്ലേ നായിക? ശ്രീലീല കണ്ടോ എവിടെയെങ്കിലും? ഞാൻ കണ്ടില്ല. നീ കണ്ടോ? ഞാനും കണ്ടില്ല. നന്നായി. ഇത് ചെയ്യുന്ന സമയത്താണ് ആള് പുഷ്പയിൽ പോയിട്ട് ഐറ്റം സോങ് ചെയ്ത് കൊടുത്തത്. അപ്പൊ ഇതിൽ കാണാത്തത് അതുകൊണ്ടാ. ആ സമയത്ത് അതുകൊണ്ട് കാണാതായിരുന്നു. ഇതിന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ്സായി ആ ടൈമിൽ, മിസ്സായി ആ സമയത്ത് ആള് ആ ടൈമിൽ പുഷ്പ നോക്കി സിനിമയിലുണ്ടാവും.